ഇപ്പോഴത്തെ അലമാരയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ആകെ അലങ്കോലമായിട്ട് കിടക്കാന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുഞ്ഞിനാണെങ്കിൽ ഒരെണ്ണം എടുത്ത് അതിൻ്റെ അപ്പുറത്തുള്ളത് ഇങ്ങനെ വീഴും. എന്നാലും അത് ചുരുട്ടിക്കൂട്ടി അങ്ങ് വെക്കാറാണ് പതിവ്. അത് മാത്രമല്ല, ഇപ്പം എനിക്കങ്ങോട്ട് ഒന്നും അടുക്കി പറക്കാനൊന്നും സമയം കിട്ടാറില്ല, നല്ല റെസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴേക്ക് ഇതൊക്കെ അടുക്കി പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിനകത്തൊന്നും തൊടാറേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ ഡ്രസ്സും കൂടെ ആയപ്പോഴത്തേക്ക് ഇത് എവിടെ വെക്കണമെന്ന് അറിയാൻ മേലാതായി കേട്ടോ. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, രണ്ടെണ്ണം മേടിച്ചു. ഇത് മേടിക്കുന്ന സമയത്ത് ഇത് ക്വാളിറ്റി ഉണ്ടാവുമോ, കൊള്ളായിരിക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. സാധനം കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് മനസ്സമാധാനമായതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നന്നായിട്ട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് കൊള്ളും. കുഞ്ഞിൻ്റെ എല്ലാ ഡ്രസ്സും അതിൽ കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കുഞ്ഞുടുപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മോൾക്ക്. അതും ഇപ്പം ഇടാൻ പറ്റാത്ത ഒരുപാടുണ്ട് കേട്ടോ. അന്നേരം അതും നമ്മൾ ഇപ്പോഴൊന്നും എടുക്കാറും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇതിനകത്ത് ആക്കി വെക്കുവാണെങ്കിൽ ഒരു സൈഡിൽ ഒതുങ്ങി അങ്ങ് ഇരുന്നോളും. പിന്നെ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റാത്തതെല്ലാം ഇതിനകത്ത് അടിക്കടിക്കടിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ കൊള്ളുമായിരുന്നു എല്ലാം കൂടെ വെച്ചപ്പം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാരികൾ കുറച്ചെടുത്ത് വെക്കാമെന്ന്. ഹാങ്ങറിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് സാരി അങ്ങനെ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ എങ്ങോട്ടും പോകുന്നൊന്നും ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് കുറച്ച് ഹാങ് ചെയ്തിട്ടേക്കുന്ന സാരീസൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ പൊടിയൊക്കെ കയറി വല്ലാതിരിക്കും കേട്ടോ. ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് പൊടിയൊന്നും കയറത്തില്ല, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൈസായിട്ടൊന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അമ്മ എടുത്ത് വെച്ച് തന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണ്ടുന്നവർക്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിനകത്ത് ടാഗ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തേക്കാം കേട്ടോ.